രാഗിൻ കൂടി നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ആര്യാടൻ ഹൗസ് ആളും ആരവവും ഒക്കെയായി സജീവമാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ. കോൺഗ്രസ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നിലമ്പൂരിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ഉത്സാഹം? എല്ലാ കണ്ണും കാതും ഒക്കെ നിലമ്പൂരിലേക്കാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷയും കൗതുകവും ഒക്കെയാണ് നിലമ്പൂർ. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. വഴിക്കടവ്, മൂത്തേടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്ന തിരക്കിലാണ് അദ്ദേഹം. ഈ വിവാദങ്ങളിലൊന്നും തൊടാതെയാണ് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നത്. കാരണം ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് അറിയാം, ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം 2016-ൽ ആര്യാടൻ മുഹമ്മദ് ഒഴിഞ്ഞ ശേഷം അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം മത്സരിച്ച് തോൽക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ആ സീറ്റ് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ വീണ്ടും നറുക്കു വീണിരിക്കുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി തന്നെ എല്ലാ സാധ്യതകളും തുടർന്നങ്ങോട്ട് അടയ്ക്കുന്ന നിലയിലായിരിക്കും ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. അതുകൊണ്ട് ഈ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടെങ്കിലും അതൊന്നും തൽക്കാലം പുറത്തു കാട്ടാതെ ഏവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് UDF ക്യാമ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ശ്രമമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ LDF-ഉം അവരുടെ കാൻഡിഡേറ്റിനെ ഫിക്സ് ചെയ്തിട്ടില്ല. അതിന്റെ ചർച്ചകൾ നടക്കുന്നു. സ്വതന്ത്രം വേണോ, അതോടൊപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ ആളുകൾ വരണോ? M സ്വരാജിന്റെ മണ്ഡലം കൂടിയാണ്, M സ്വരാജിന്റെ സ്വന്തം സ്ഥലം കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടെയുള്ള പേരുകളുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം രണ്ടഭിപ്രായം BJP-യിൽ ഉണ്ടായിരുന്നു. മത്സരിക്കേണ്ട എന്നും മത്സരിക്കണമെന്നുമുള്ള അഭിപ്രായം ഇപ്പോഴുമുണ്ട്. പക്ഷേ മത്സരിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. BDJS-നോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു. BDJS കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ യോഗം ചേർന്നിരുന്നു. പക്ഷേ അവർ തീരുമാനമെടുത്തിരുന്നില്ല. 1-ാം തീയതി വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട്. ഇനി ആ ഘട്ടത്തിൽ BDJS എന്ത് പറയുന്നു എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും ഉടൻ തന്നെ മാധ്യമങ്ങളെ ഒരു പക്ഷേ കാണുകയും ചെയ്യും. അതേസമയം BJP-യിലേക്ക് നറുക്ക് വീണ് കഴിഞ്ഞാൽ, BDJS ഏറ്റെടുത്തില്ലെങ്കിൽ BJP-യിലേക്ക് നറുക്ക് വീണ് കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ BJP-യും തുടങ്ങിയിട്ടുണ്ട്. ബീന ജോസഫ് DCC ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പക്ഷേ അവർ ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നോട് ചോദിച്ചപ്പോൾ തന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് ബീന ജോസഫ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയം നന്നായി തന്നെ ചൂടുപിടിച്ച് വരികയാണ് നിലമ്പൂരിൽ. മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ചൂടിനെ ശമിപ്പിക്കുന്നില്ല. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറി ഇറങ്ങും. അതോടൊപ്പം അൻവർ ആരൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാകട്ടെ. ഇപ്പോൾ നിലവിൽ ഒരു മത്സരാർത്ഥി മാത്രമാണ് ഇടിക്കൂട്ടിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി 2 പേർ കൂടി എന്തായാലും വരും. ഇനി അതിൽ ഒരാൾ അധികമായി അൻവറിന്റെ ഭാഗത്തുനിന്ന് വരുമോ എന്നതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം.